ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അരുണാണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് ബഹളം വെക്കുകയാണ്. ആദിത്യനാണെങ്കിൽ വാക്ക് തന്നതാണ്, എന്നിട്ടും വാക്ക് തെറ്റിച്ചെന്ന് പറഞ്ഞിട്ട് അരുൺ അമൃതേട്ടത്തിയോട് പറയാണ്, ഏട്ടത്തിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്, ഏട്ടനെ നിയന്ത്രിക്കണം. ഏട്ടനാണെങ്കിൽ അശ്വതി എന്ന പെണ്ണിന്റെ പുറകെയാണ്. ഏട്ടൻ കാരണം ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാകുമെന്നൊക്കെ പറയുന്നു. ആദിത്യൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. ആദിത്യൻ പറയാണ്, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുതെന്നൊക്കെ അടിക്കാനായിട്ടൊക്കെ ചെല്ലുന്നുണ്ട്. ആദിത്യൻ പറയാണ്, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലുണ്ടല്ലോ എന്ന്. ആ സമയത്താണെങ്കിൽ വസുന്ധരാമ തടയുന്നുണ്ട്. ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട്, പറയാൻ വന്നിട്ട് എന്താണ് പറയാത്തത്, അപ്പൊ പറയാൻ പറ്റില്ലേ എന്നൊക്കെ. ആ സമയത്ത് ആദിത്യൻ പറയുന്നുണ്ട്, പലരുടെയും ബന്ധങ്ങൾ തകരരുതെന്ന് കരുതിയാണ് ഞാനൊന്നും പറയാത്തതെന്ന്. ആദിയാണെങ്കിൽ വസുന്ധരാമയോട് പറയാണ്, ഇവൻ എന്നെ കളിയാക്കുന്നതും ആക്ഷേപിക്കുന്നതും ഒക്കെ കണ്ടില്ലേ, അമ്മ എന്താണ് ഇതിനൊന്നും പറയാത്തതെന്നൊക്കെ ചോദിക്കുന്നു. വസുന്ധരാമയാണെങ്കിൽ സങ്കടത്തിലാകുന്നു. ഞാൻ എങ്ങനെ അശ്വതിയെക്കുറിച്ച് അരുണിനോട് പറയുമെന്നൊക്കെ ഓർത്തിട്ട് ഐശ്വര്യയാണെങ്കിൽ അമൃതയെ കുറ്റപ്പെടുത്തുകയാണ്. എല്ലാത്തിനും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യമാരെ എങ്ങും കാണില്ല. ഇനി അശ്വതി വല്ല പണക്കാരിയുമാണോ, കാശിനു വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു അമൃതയോട്. അമൃതയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. അമൃതയാണെങ്കിൽ ഐശ്വര്യ അടിക്കാൻ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഇടയിലേക്ക് അരുൺ ചെല്ലുന്നു. അരുൺ പറയാണ്, ഐശ്വര്യയോടൊന്നും മോശമായിട്ട് പെരുമാറണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞാൽ മതി. ആദ്യം നിങ്ങളുടെ ഭർത്താവിന്റെ വഴിവിട്ട ബന്ധം അവസാനിപ്പിക്കാൻ നോക്കാനെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ആദിത്യന് ദേഷ്യം വരുന്നു. ആദിത്യനാണെങ്കിൽ അരുണിനെ പിടിച്ചു തള്ളുകയാണ്. ആദിത്യനാണെങ്കിൽ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് വസുന്ധരാമയാണെങ്കിൽ ആദിത്യനെ അടിക്കുന്നു. ആദിത്യന് അത് സഹിക്കാൻ പറ്റുന്നില്ല. അരുണിനോടും ആദിത്യനോടുമാണെങ്കിൽ അകത്തേക്ക് പൊക്കോളാൻ എന്ന് പറഞ്ഞിട്ട് വസുന്ധരാമ പോകുന്നു. പിന്നീട് അഖിലും ശ്യാമയും ആണെങ്കിൽ സൺഷൈൻ കമ്പനിയിൽ ചെന്നിട്ട് ശ്യാമയുടെ ആൽബം സോങ് കേൾപ്പിക്കുകയാണ്. ആൽബം പാട്ട് കേട്ട് കഴിയുമ്പോൾ സാറിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നേരത്തേനെക്കാട്ടിൽ സൗണ്ട് ഒക്കെ വ്യത്യാസമുണ്ട്, അതിലും മനോഹരമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, അഖിൽ സാറും കണ്ണനും കൂടെയാണ് എനിക്ക് ശബ്ദം തിരിച്ചു തന്നത്. സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ കേൾക്കാൻ പറ്റിയതിൽ ഭാഗ്യമുണ്ടെന്നൊക്കെ പറയുന്നു. അടുത്ത പാട്ട് ഇതിലും നന്നായിട്ട് മനോഹരമാക്കാമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് ആദിത്യനാണെങ്കിൽ വസുന്ധരാമയെ കാണുന്നു. വസുന്ധരാമയോട് പറയാണ്, അരുണാണെങ്കിൽ എന്നെ എത്രമാത്രം കുറ്റപ്പെടുത്തി, എന്നിട്ട് അമ്മ ഒരു കാര്യം പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല. അമ്മയ്ക്ക് പറയാമായിരുന്നു, ഞാനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയുള്ളവനല്ല എന്ന്. പക്ഷെ അമ്മ ഒന്നും സംസാരിച്ചില്ല എന്നൊക്കെ പറയുന്നു. അവനാണെങ്കിൽ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി, ഞാൻ കാരണമാണ് ഈ കുടുംബം പോലും തകരുന്നതെന്ന് പറഞ്ഞു, അത്രമാത്രം അപമാനിച്ചു എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല, ഞാനും അമൃതയും ഈ വീട്ടിൽ നിന്നും പോവുകയാണെന്ന് പറയുന്നു. വസുന്ധരാമ അപ്പോൾ തടയുകയാണ്. അങ്ങനെയൊന്നും തീരുമാനമെടുക്കരുതെന്ന് പറയുന്നു. ആദിത്യൻ പക്ഷെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ആദിത്യൻ പറയാണ്, ഇതെന്റെ ഉറച്ച തീരുമാനമാണെന്നൊക്കെ. പിന്നീട് ആദിത്യനാണെങ്കിൽ അമൃതയും കൂട്ടി താഴേക്ക് വരികയാണ്. അമൃതയാണെങ്കിൽ ആദിത്യനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ. ആദ്യം ഇപ്പോൾ പറയുന്നുണ്ട്, എന്നെക്കാട്ടിൽ ഇമ്പോർട്ടന്റ് ആണോ നിനക്ക് ഈ വീടെന്നൊക്കെ. ആ സമയത്ത് വസുന്ധരാമ വീണ്ടും വന്ന് തടയുന്നുണ്ട്, പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആദിത്യൻ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഐശ്വര്യ അവിടേക്ക് വരുന്നു. ഐശ്വര്യ പറയാണ്, ഇളയ മകനാണെങ്കിൽ മൂത്ത മകനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ നല്ലത് രണ്ട് വീട്ടിൽ താമസിക്കുന്നതാണ്, അതുകൊണ്ട് പോകുന്നതാണ് നല്ലത്. പോകുന്നവരെ നിർബന്ധിക്കണ്ട എന്നൊക്കെ അമ്മയോട് പറയുന്നു. വസുന്ധരാമയാണെങ്കിൽ ആദിത്യന്റെ കാല് പിടിച്ച് പറയുകയാണ്, നീ പോകരുതെന്നൊക്കെ. പക്ഷെ ആദിത്യൻ അതൊന്നും കേൾക്കുന്നില്ല. ആദിത്യനാണെങ്കിൽ അമൃതയും കൂട്ടിയിട്ട് പോകുന്നു. രണ്ടുപേരും പോയതിനു ശേഷം ഐശ്വര്യയാണെങ്കിൽ വസുന്ധരാമയോട് പറയുന്നുണ്ട്, രണ്ടുപേരും ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിൽ നല്ലത് രണ്ടിടത്ത് കഴിയുന്നതാണെന്നൊക്കെ. പിന്നീട് ശ്യാമയും അഖിലും വീട്ടിലേക്ക് വരുന്നു. എല്ലാവർക്കും ഡ്രസ്സുമായിട്ടാണ് വരുന്നത്. ശ്യാമയാണെങ്കിൽ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ആ സമയത്ത് വസുന്ധരാമ അവിടേക്ക് വരുന്നു. വസുന്ധരാമയുടെ ഡ്രസ്സ് കൊടുക്കുമ്പോൾ അതാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ താഴേക്കിടുന്നു. ശ്യാമ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്ന്. ആ സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നു. ഐശ്വര്യ പറയാണ്, നിന്റെ അമൃതേട്ടത്തി ഇവിടെ നിന്നും പോയി, ആദ്യേട്ടൻ വിളിച്ചപ്പോൾ ഈ കുടുംബത്തെ ഓർക്കാതെ രണ്ടുപേരും ഇവിടെ നിന്ന് പോയെന്നൊക്കെ പറയുന്നു. അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നമെന്ന്. ഐശ്വര്യ അപ്പോൾ പറയണം, അശ്വതിയുടെ പേരിലാണ് പ്രശ്നമുണ്ടായത്, അശ്വതിയെ വീണ്ടും ആദിത്യേട്ടൻ കാണുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അരുൺ അതിന്റെ പേരിൽ ചോദ്യം ചെയ്തതാണ് ഇവിടെ വലിയ പ്രശ്നമായതെന്നൊക്കെ പറയാണ്. അശ്വതി പറയുന്നു, ശ്യാമയ്ക്കും ഇതിൽ എന്തൊക്കെയോ പങ്കുണ്ട്, ഇവൾക്കും എന്തൊക്കെയോ രഹസ്യം അറിയാമെന്നൊക്കെ. ശ്യാമ അപ്പോൾ വസുന്ധരാമയെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ, അമ്മ എന്താണ് തടയാഞ്ഞതെന്നൊക്കെ. ഐശ്വര്യ മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ശ്യാമയെ കുറ്റപ്പെടുത്തുകയാണ്. ശ്യാമയാണെങ്കിൽ അമ്മയെ സോപ്പിടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധരാമ അപ്പോൾ പറയുന്നുണ്ട്, രണ്ടു മക്കളും എന്റെ മക്കളാണ്, എനിക്ക് അവരെ വേണമെന്ന്. ശ്യാമയാണെങ്കിൽ അഖിലിനോട് പറയുന്നുണ്ട്, ആദിയേട്ടനെ അമൃതേട്ടത്തിയെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വിളിക്കാനെന്ന്. ഐശ്വര്യ അപ്പോൾ പറയാണ്, പോയവർ പോട്ടെ, അവരെ എന്തിനാണ് വീണ്ടും തിരിച്ചു വിളിക്കുന്നതെന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്